എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നൽകിയിരിക്കുന്നത് ടറോട്ട് കാർഡുകളാണ്. ടറോട്ട് കാർഡുകളുടെ റീഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. നിങ്ങൾ എല്ലാവർക്കും റെസനേറ്റ് ആണോ എന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമാണ്, നിങ്ങൾക്കറിയാം. എപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും. നമുക്ക് സമയം കളയേണ്ട ആദ്യത്തെ കാർഡിലേക്ക് പോകാം. 2 ഓഫ് സ്വാർഡ്, 2 വാളുകളാണ്. നിങ്ങളിപ്പോൾ മാനസികമായി വളരെയധികം തകർന്നിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് വൈകാരികതയിൽ അധിഷ്ഠിതമായിരിക്കുകയാണ്. വൈകാരികമായ ചിന്തകൾ നിങ്ങളെ തീരുമാനമെടുക്കുന്നതിന് സഹായിക്കുന്നില്ല. ഒരു പ്രത്യേക തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പോലും കഴിയുന്നില്ല. മനസ്സ് ശാന്തമല്ലാത്ത അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടാവും, ദുഃഖമുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും. ഇനി എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ പോലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മാനസികമായ സംഘർഷങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ്. മാനസികമായ സംഘർഷങ്ങൾ നിങ്ങളെ വല്ലാത്ത ഒരു കെണിയിലേക്കാക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ ആരെയും വഞ്ചിക്കാനോ പറ്റിക്കാനോ ഒന്നും വിചാരിക്കാത്ത വ്യക്തിയാണ്. പക്ഷേ നിങ്ങളുടെ വ്യക്തിയുമായി ഉള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാനസിക സംഘർഷങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ പ്രതിസന്ധിയിലാക്കുകയാണ്. കൃത്യമായൊരു തീരുമാനം, കൃത്യമായൊരു അവസ്ഥ ആലോചിച്ചുറച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ആ വ്യക്തിയുമായി നിങ്ങൾ ഈ സംഘർഷത്താൽ സംസാരിക്കുന്നില്ല. ചിലപ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ടാകാം, കുടുംബപരമായ പ്രശ്നങ്ങൾ കൊണ്ടാകാം, പല പ്രശ്നങ്ങൾ കൊണ്ടാകാം. പക്ഷേ ആ സംഘർഷങ്ങളാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ ആത്മാർത്ഥമായി സംസാരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ദേഷ്യപ്പെടുകയാണ്, വൈകാരികമാകുകയാണ്. അത് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ വ്യക്തിയിൽ നിങ്ങളോട് വെറുപ്പുളവാക്കുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തന്നെ അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ആലോചിച്ച് സാവധാനത്തിൽ കൃത്യമായ തീരുമാനമെടുക്കുക. വൈകാരികതയോ പെട്ടെന്നുള്ള എടുത്തുചാട്ടമോ തീരുമാനങ്ങളിൽ വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടതിൽ ആദ്യത്തെ കാര്യം നിലവിൽ അതുതന്നെയാണ്. രണ്ടാമത്തെ പൈൽ എയ്സ് ഓഫ് കപ്പാണ്. ഈ പൈലിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് നേരിട്ട് ഈ എയ്സ് ഓഫ് കപ്പ് എന്ന് പറയുന്ന ഈ പൈൽ പറയുകയാണ്. അതായത് തുറന്ന സംസാരം ആ വ്യക്തിക്ക് ആവശ്യമാണ്. സംഘർഷങ്ങളും വേദനകളും മാനസികമായ പിരിമുറുക്കങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങളിൽ നിന്ന് തുറന്ന ഒരു സംസാരം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ തുറന്ന സംസാരം ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തി എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കുന്നു. ആ മോചനം ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കൃത്യമായി ഒരു സമാധാനം ലഭിക്കുന്നതിനാണ്. നിങ്ങൾ ആ വ്യക്തിയോട് മാനസിക പിരിമുറുക്കം മൂലം സംസാരിക്കാതിരിക്കുന്നത്, നിങ്ങൾ ആ വ്യക്തിയോട് മാനസിക പ്രശ്നം മൂലം സംസാരിക്കാതിരിക്കുന്നത്, ഇതൊന്നുമല്ല ഉണ്ടാകേണ്ടത്. മനസ്സ് തുറന്ന് ആ വ്യക്തിയോട് സംസാരിക്കുക. അത്തരത്തിലുള്ള സംസാരം, അത്തരത്തിലുള്ള ഇഷ്ടം അതറിയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് വല്ലാത്ത ഒരു ഇഷ്ടം ഉണ്ടാകുകയാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങളിൽ നിന്നുള്ളൊരു ആശ്വാസം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ ആശ്വാസമാണ് ആ വ്യക്തിക്ക് ഇനി ജീവിതത്തിൽ ജീവിക്കാനുള്ളൊരു കരുത്ത് നൽകുന്നത്. ആ ജീവിക്കാനുള്ള കരുത്ത് കൃത്യമായി ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ സ്നേഹം, നിങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ സമീപനം ആ വ്യക്തി കൊതിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. എയ്സ് ഓഫ് കപ്പ് നിങ്ങൾക്ക് നൽകുന്നത് അതാണ്. ഹൃദയം തുളുമ്പുന്ന സംസാരം. ആ പൈല് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സംസാരത്തിലൂടെ നല്ല രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് വരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഇതാണ് ആഗ്രഹിക്കുന്നത് എന്ന ഈ ഒരു വീഡിയോയിൽ മൂന്നാമത്തെ കാർഡ് വരുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങളെടുത്ത് ഏറ്റവും ക്രിയാത്മകമായി പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളും ആ വ്യക്തിയുടെ വാക്കുകൾ കേട്ട്, ആ വ്യക്തി പറയുന്നതിലെ നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട്, ആ വ്യക്തിയുടെ കൃത്യമായ ധാരണകൾ ജീവിതത്തിൽ പകർത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതിലൂടെ ആ വ്യക്തിക്കും നിങ്ങൾക്കും ഒരുമിച്ചുള്ളൊരു മുന്നേറ്റം, ഒരുമിച്ചുള്ളൊരു ഉന്നതി ഉണ്ടാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ അതിലൂടെ കടന്നുപോയ ആ വ്യക്തിയുടെയും നിങ്ങളുടെയും ജീവിതത്തിൽ
കൃത്യമായ തീരുമാനം എടുത്തുകൊണ്ട്, കൃത്യമായ ഒരു നിലപാടെടുത്തുകൊണ്ട് ആ വ്യക്തിക്കും നിങ്ങൾക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള കൃത്യമായ തീരുമാനം ഉണ്ടാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജീവിതത്തെ ക്രിയാത്മകമാക്കുക, മനസ്സ് തുറന്ന് എല്ലാ ആശയങ്ങളും പറയുക, മനസ്സ് തുറന്ന് ഒരുമിച്ച് ജീവിതത്തിൽ മുന്നേറുക. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലെ ഇപ്പോഴുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറും. ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. നിങ്ങളുടെ മാനസികമായ അടുപ്പം ഇപ്പോഴത്തെ പോലെ തുറന്നു പറയാതെ പോയാൽ ജീവിതത്തിൽ ഒരു ലാഭമുണ്ടാകില്ല. ലാഭനഷ്ടമല്ല ജീവിതം, എന്നാലും സമൃദ്ധിയും നേട്ടവും ഉണ്ടാകില്ല. ഓരോ ചുവടും കൃത്യമായി ഒരുമിച്ച് മുന്നോട്ട് വെച്ച് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ നിലപാടുകളെ കൃത്യതയോടെ ആ വ്യക്തി ഈ റീഡിങ്ങിൽ നമുക്കറിയാൻ കഴിയും. അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നിന്നൊക്കെ വിജയിച്ച് വളരെ ശക്തമായ രീതിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. വിജയം ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ. എങ്കിൽ മാത്രമേ വിജയം ഉറപ്പുള്ളൂ. അതാണ് ഈ പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം നിങ്ങൾ ഒരുമിച്ച് നേടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നു. അത് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയമായിരിക്കും. അതുതന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെ ആ വ്യക്തിക്ക് ലഭിക്കണമെങ്കിലും ഇത് നിങ്ങൾ ചെയ്യണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.